ആരമേ വന്നിട്ട് പോയത്? അത് സുമതി വന്നിട്ട് പോയതാ പപ്പടം വാങ്ങാൻ വേണ്ടിട്ട്. നല്ല കാര്യായി. അമ്മ അവരോടാണ് ഈ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് പറഞ്ഞത്? അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ല. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നാട്ടുകാർ എന്തൊക്കെയാണ് അത്ര പറയുന്നത്? അതിന് നാട്ടുകാരെന്തിനാണ് ഇവിടുത്തെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത്? എനിക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ആ വിഷമം ഞാൻ അനുഭവിച്ചാൽ പോരെ? പിന്നെ അതും ഇതും എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? അതിനെ ഒരു കാട്ടിൽ പോയി ഒരു വീടും കണ്ട് താമസിക്കുകയല്ല നമ്മള് സമൂഹത്തിൽ താമസിക്കുന്നത്. നിന്നെ പോലെ ചെക്കന്മാരൊക്കെ കല്യാണം കഴിച്ചു, അവർക്കൊക്കെ മക്കളുമായി. അപ്പൊ ആൾക്കാർ ചോദിക്കും കല്യാണം കണ്ട് ഇത്രയായാലേ മക്കളായില്ലേന്ന്. അതിന് അവരോട് ദേഷ്യം വന്നിട്ടോ അവരോട് ഇതായിട്ടൊന്നും കാര്യമൊന്നുമില്ല. അമ്മ ഈ നാട്ടുകാരോടൊക്കെ കൊട്ടി കോഴിച്ച് നടക്കുന്നതേ ആരെ കുറിച്ചാന്ന് വല്ല ബോധമുണ്ടോ? ഞാനത് ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്. നാട്ടുകാർക്ക് എന്താണ് പറയുന്നത്? പെണ്ണെങ്ങനെയും തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെക്കനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാലോ എന്ന്. അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ നീ മക്കളില്ലാണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുമോ? എന്റെ വിഷമം കൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു പോകുക. അവളുടെ മോൻ കാണുമ്പോൾ ഇങ്ങനെ വെറുപ്പ് തോന്നുക. അതിന് അമ്മ ഇതിന് അവളിങ്ങനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൾ എന്ത് തെറ്റാ ചെയ്ത്? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ കല്യാണം കണ്ട് 3-4 വർഷമല്ലേ നിങ്ങളുടെ? അപ്പൊ ഒരു എന്താണെങ്കിലും എങ്ങനത്തെ ഒരു അമ്മയാണെങ്കിലും മോളെ കൊണ്ട് ഡോക്ടറെ കാണിക്കില്ലേ? 3-4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കൾ ഉണ്ടാവുന്നില്ല എന്താണെന്നുള്ളത് അവര് ഉറപ്പായിട്ടും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും നിന്റെ ഭാര്യയ്ക്ക് മക്കൾ ഉണ്ടാവില്ല എന്നുള്ളത്. ഇപ്പൊ മനസ്സിലായി അമ്മ എന്താ പറയാന്നുള്ളത്? അതുകൊണ്ടാണ് അവള് പെങ്ങളുടെയും നാത്തുവിന്റെയും അവന്റെ ഇവന്റെയും മക്കളെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എനിക്ക്? അമ്മ ഇത് നിർത്തുന്നുണ്ടോ? കുറെ നേരം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിനു നിർത്തണം? എല്ലാവരും കൂടി എന്റെ മോന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയതല്ലേ. നിനക്ക് നിന്റെ വീട്ടുകാർക്ക് നല്ല പോലെ അറിയാം എനിക്ക് മക്കൾ ഉണ്ടാവില്ല എന്നുള്ളത്. നിന്നെ എന്തുമാത്രം എന്റെ മോൻ സ്നേഹിക്കുന്നത്, എന്നിട്ട് അവനോട് നീ ഈ ചതിയ ചെയ്യുന്നത്? എങ്ങോട്ടെങ്കിലും എനിക്കിങ്ങനെ ഇറങ്ങി പൊയ്ക്കൂടെ? എന്തിനാ എന്റെ മോന്റെ ജീവിതം കൂടി ഇല്ലാണ്ടാക്കുന്ന? അങ്ങനെയാണെങ്കിലേ ഈ വീട്ടിൽ ഇറങ്ങി പോണത് അവളല്ല, ഞാനാ. അതെന്തിന്? അവൾ ചെയ്ത തെറ്റിൽ നീയാണോ ഇറങ്ങി പോകുന്നത്? ഡോക്ടർ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞത് അവൾക്കല്ല, എനിക്കാണ് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അതിന് അവളെന്ത് പഴിച്ചു? വന്നു കയറുന്ന പെണ്ണിനാണ് പ്രശ്നമെങ്കിൽ അവൾക്കൊരു മനുഷ്യ സ്ത്രീ എന്നുള്ള പരിഗണന പോലും കൊടുക്കാണ്ട് എങ്ങനെയാണ് അവളെ ഇങ്ങനെ കുത്തി നോവിക്കാൻ തോന്നുന്നത്? ഇതിപ്പോ നേരെ മറിച്ച് സ്വന്തം മോനാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഇത്രയും വിഷമം വന്നില്ലേ? ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും പിന്നെ അമ്മയ്ക്കൊക്കെ ഉണ്ടാകുന്ന വേദനയില്ലേ, അതിനേക്കാൾ 1000 മടങ്ങ് വേദനയാണ് ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തെ ഇങ്ങനെ കുത്തി ഓരോന്നും പറയാണ്ട് കൂടെ നിൽക്കുക വേണ്ടത്.